ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങും. ജൂലൈ 31 അവസാനിക്കും. വറുതിയുടെ കാലം കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾ തൽക്കാലം കടലിലേക്കില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് വിലക്കും ഇല്ല. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നത്. ചെറിയ കണ്ണികളുള്ള വലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ചെറു മത്സ്യങ്ങൾക്ക് പോലും ഭീഷണിയാകും എന്ന പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരള തീരത്ത് വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്ന സംഭവം ശാസ്ത്രീയമായി ഇവർ പറയുന്നത് ഈ ടൈം കൊഞ്ച് മുട്ടയിടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും കിട്ടേണ്ട ടൈമാണ് ഈ നിരോധനം യഥാർത്ഥത്തിൽ വെക്കുന്നത്. പിന്നെ ബോട്ടുകാർക്ക് ഇപ്പോൾ ഡീസലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു വണ്ടിക്ക് അടിക്കുന്ന ഡീസലല്ല ഒരു ബോട്ടുകാരൻ അടിക്കുന്നത്. 1000 ഡീസൽ 1500 ഡീസലൊക്കെ അടിച്ചാണ് 2 ദിവസം വലിക്കാൻ പോകുന്നത്. 5 ദിവസം വലിക്കുന്ന ബോട്ടുണ്ട്. അപ്പോൾ ഒരു 5 ദിവസം വലിച്ചു വരുന്ന ബോട്ടെന്ന് വെച്ചാൽ 3500-3000 ഡീസലാണ്. വിലക്ക് വരുന്നതോടെ ട്രോളിംഗ് ബോട്ടുകൾ തീരെ തടിപ്പിക്കും. ചില ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി യാർഡുകളിലേക്ക് മാറ്റും. മൺസൂൺ ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. പഠനം ഇനിയും വേണം. മറ്റു സംസ്ഥാനങ്ങളിലെ ബോട്ടുകൾ യഥേഷ്ടം മീൻ പിടിക്കുമ്പോൾ ട്രോളിംഗിന്റെ പേരിൽ കേരള തീരം വറുതിയിലാവുകയാണെന്നും പരാതിയുണ്ട്. ഒന്നും ചെയ്യാനില്ല. നമ്മൾ വേറെ പണിക്ക് ഒരു പണിക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ വേറെ പണി പഠിച്ചിട്ടില്ല. സർക്കാരിനോട് പറയാനുള്ളത് ഇതിൻ്റെ ഡേറ്റ് മാറ്റുക, മാസം മാറ്റുക. എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മത്സ്യമേഖലയിൽ മാത്രം ഒരു മാറ്റവും വരുന്നില്ല. അത് അതേ രീതിയിൽ തന്നെ പഴയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മൺസൂൺ മേഘങ്ങൾ കൊണ്ട് ആകാശം ഇരുൾ മൂടുമ്പോൾ തൊഴിലാളികളും വറുതിയിലേക്ക്. കേരളത്തിൻ്റെ വിലക്കുകാലം ചാകരയാക്കാൻ ഇതര സംസ്ഥാന വള്ളങ്ങൾ തീരം തേടി എത്തിത്തുടങ്ങി. ഇവർക്ക് നിയന്ത്രണം വേണമെന്ന ആവശ്യവും ശക്തി പ്രാപിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.